ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷബ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മളെ കമ്പോസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്ക് 15K അതായത് 15K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തുടക്കക്കാർ അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ചാനലുകാർക്ക് ഇത്രയും രീതിയിൽ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും നല്ല സന്തോഷമാണ്. പിന്നെ വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നവർക്കും അതിൽ കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരു കമൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് ആ വീഡിയോ ചെയ്തതിന് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം ഒരാൾക്കെങ്കിലും ആ വീഡിയോ ഉപകാരപ്പെട്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ നമ്മൾ കമ്പോസ്റ്റിൻ്റെ കാര്യം ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പം കമ്പോസ്റ്റിൻ്റെ പ്ലേസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡാണ് ഇരുന്നത്, അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിടയ്ക്ക് ഞാൻ തുറന്നപ്പോഴത്തേക്കും നല്ല ഈച്ചയായിരുന്നു. കുരുട്ടീച്ച ഉണ്ടല്ലോ, ചെറിയ ഈച്ച ഉണ്ടായിരുന്നു. അപ്പം ആ ഈച്ച എനിക്ക് തോന്നുന്നു ഞാൻ നല്ല വൃത്തിയെ മൂടിയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ കേട്ടിട്ടുണ്ട്, ഈ പുഴുക്കൾ ഈച്ചയായിട്ട് മാറി പറന്നു പോകുന്നു. ഞാൻ ഒരാൾ ഇതിനു മുമ്പ് കമ്പോസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതിൽ കേട്ടതാണ്. അപ്പം എനിക്കും തോന്നി കറക്റ്റാണ്. എൻ്റെ ഈ കമ്പോസ്റ്റിൽ നിറയെ പുഴുക്കൾ ഉണ്ടായിരുന്നു. കാരണം ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ട് പുഴുക്കളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഈച്ചയായിട്ട് മാറിയെന്നാണ് എൻ്റെ വിശ്വാസം. നിറയെ എന്ന് വെച്ചാൽ അടച്ചു വെച്ചിരിക്കുന്ന നിറയെ ഈച്ച ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചകിരിച്ചോറെടുത്ത് അതിൻ്റെ മീതെ ഒന്ന് ഇട്ട് കൊടുത്തപ്പം അതൊക്കെ ഒന്ന് പറക്കലിൽ നിന്ന്. എന്നിട്ട് നന്നായിട്ട് ഇപ്പോഴാണ് ഞാൻ തുറക്കണത്. വേറെ വെള്ളവും കാര്യമൊന്നും ഒഴിച്ചിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ ഈ പറയുന്ന നമ്മൾ ഇട്ട എല്ലാ ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ ഇതൊക്കെ അരിഞ്ഞ് ചേർന്നതായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു കമ്പ് അല്ലെങ്കിൽ മറ്റേ റബ്ബർ ഉണ്ടല്ലോ നമ്മൾ തലയിലൊക്കെ കെട്ടണം, അതുവരെ കിട്ടി. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ കൂടെ നമ്മൾ അബദ്ധത്തിൽ പോണ സാധനമാണ് അതൊക്കെ. അപ്പോൾ അതൊന്നും അരിഞ്ഞ് ചേരാത്തതാണല്ലോ. അപ്പോൾ അതൊക്കെ കിട്ടും. അതാ നമുക്ക് എടുത്തങ്ങ് കളയാവുന്നതേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ വെച്ചിരുന്ന ബക്കറ്റിൽ നമ്മുടെ സവാള തൊലി, ഉള്ളിത്തൊലി അങ്ങനെ എല്ലാം ഇട്ട് വെച്ചിരുന്ന ഒരു വെള്ളം ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്ട്സ് ആയിട്ടാണ് ഞാൻ അത് ഇട്ടത്. അപ്പം ആ വെള്ളം ഞാനിപ്പോൾ എടുത്ത് ചെടിക്കെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം അധികം ഇതൊന്നും വെള്ളം വരുന്നില്ല, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം വെള്ളമൊന്നും അധികം വരാറില്ല. നമ്മുടെ ഫസ്റ്റ് കമ്പോസ്റ്റിലും അതേപോലെ തന്നെ വെള്ളമൊന്നും അങ്ങനെ വരാറില്ല. നമ്മുടെ 2 കമ്പോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ കമ്പോസ്റ്റിൽ മുട്ടത്തോടൊക്കെ കുറേ കിടക്കുന്നുണ്ട്. ആ വെള്ള കളറിൽ കാണുന്നതെല്ലാം മുട്ടത്തോടാണ്. അപ്പോൾ അത് അലിഞ്ഞ് ചേരില്ല. ഒന്ന് പൊടിച്ചിട്ടിരിക്കണേന്ന് വെച്ചാൽ അത് അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ടാണ്. പിന്നെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതുപോലെ സ്മെല്ലെന്ന് പറയുന്നത് ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഇടയ്ക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ മണി പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ നമ്മുടെ ഈ കമ്പോസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളം ഒഴിക്കാമോ, സ്മെല്ലുണ്ടാവില്ലേ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും കമ്പോസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിന് സ്മെല്ലില്ലായിരുന്നു. സ്മെല്ലുണ്ടാവേണ്ടത് നമ്മൾ മറ്റേ സവാള തൊലി അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ഡയറക്റ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് എടുത്ത് അരിച്ചെടുക്കൂലേ, അതിലാണ് സ്മെല്ലുള്ളത്. അത് നമുക്ക് ചിലപ്പം പറയാൻ പറ്റില്ല, ചെറിയ സ്മെല്ല് കാണും, എങ്കിലും ഒരുപാട് നേരം നിൽക്കില്ല. അപ്പോൾ ഈ കമ്പോസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ സ്മെല്ലില്ല. ഞാൻ ഒഴിച്ചപ്പോൾ അതെനിക്ക് അറിയാമെന്നുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. അതിന് സ്മെല്ലേ ഉണ്ടാവില്ല, നമുക്ക് ധൈര്യമായിട്ട് ഒഴിക്കാം. പിന്നെ ഇപ്പം ഇതിൽ വെള്ളമൊന്നും വരാറില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ നമ്മളെ ഫസ്റ്റ് കമ്പോസ്റ്റ് ഇപ്പോൾ റെഡിയാവും. ഇതൊക്കെ എടുത്ത് മേളിലിട്ട് ഉണക്കിയൊക്കെ എടുക്കുമ്പം സെറ്റായി വരും. എന്തായാലും ടൂൾസ് വാങ്ങിച്ചത് വളരെ ഉപകാരപ്പെട്ടു. എനിക്ക് ഇളക്കാനൊക്കെ നല്ല ഈസി ആയിട്ടുണ്ട്. അപ്പോൾ കമ്പോസ്റ്റിനെ പറ്റിയുള്ള ഇനിയും വീഡിയോസ് വരും. കാരണം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും, അവർക്ക് കുറേ സംശയങ്ങളുണ്ടാകും. ഞാൻ ഡയറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളോട് പറയണത്, അല്ലാതെ ഇല്ലാത്ത കാര്യമല്ല പറയണത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.